UDFിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിക്കാൻ രാഹുൽ ഗാന്ധി ഇന്ന് വടക്കൻ കേരളത്തിൽ പര്യടനം നടത്തും. കണ്ണൂരിലും കോഴിക്കോടും പ്രചാരണ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. LDFിന്റെ അതിരൂക്ഷമായ വിമർശനം തുടരാനാണ് സാധ്യതയെന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഇന്ന് തിരുവനന്തപുരത്തെത്തും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇന്നത്തെ പര്യടനം തിരുവനന്തപുരത്ത്. അജീഷ് ജയകുമാർ കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. പറയാ അജീഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ്കേൻ. എന്തായാലും ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കണ്ണൂരിലെ പോലീസ് മൈതാനത്തിലാണ്. ഇവിടെയാണ് അല്പസമയത്തിന് ശേഷം രാഹുൽ ഗാന്ധി എത്തുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായിട്ടാണ് രാഹുൽ ഗാന്ധി മലബാറിൽ എത്തുന്നത്. ഇന്ന് കഴിഞ്ഞ ദിവസം കോഴിക്കോട് പരിപാടി ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് എത്താൻ സാധിച്ചിരുന്നില്ല. അതിനുശേഷമാണ് കണ്ണൂരിൽ എത്തുന്നത്. കണ്ണൂരിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം UDFിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രതാപകാലത്തേക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റ് മാത്രമാണ് കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസിന് ഉള്ളത്. അത് ഇത്തവണയെങ്കിലും ഉയർത്തിയത് 2016 പോലെ 4 സീറ്റാക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് ഉള്ളത്. മാത്രമല്ല മറ്റു പല മണ്ഡലങ്ങളിലും CPMന് വലിയ സ്വാധീനമുള്ള പല മണ്ഡലങ്ങളിലും അവരുടെ വലിയ മത്സരമാണ് കാഴ്ചവെക്കുന്നത്. അവിടെയൊക്കെ തന്നെ രാഹുൽ ഗാന്ധിയുടെ സ്വാധീനം ഉണ്ടാകും. മാത്രമല്ല പ്രവർത്തകർക്ക് വലിയ ഊർജ്ജമേകാൻ കൂടിയിട്ടാണ് രാഹുൽ ഗാന്ധി ഇന്ന് കണ്ണൂരിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ഒരുപാട് പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ചേട്ടാ, എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ ധർമ്മടത്താണ്. രാഹുൽ ഗാന്ധി വരുമ്പോൾ കുറച്ചും കൂടെ ഊർജ്ജം കിട്ടുമെന്നാണ് പ്രതീക്ഷ. രാഹുൽ ഗാന്ധി വരുമ്പോൾ നമുക്ക് ഒരു സന്തോഷം മാത്രമല്ല, പ്രതീക്ഷയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.